കേരള രാഷ്ട്രീയത്തെയും സമൂഹത്തെയും വലിയ രീതിയിൽ സ്വാധീനിച്ച മുത്തങ്ങ വെടിവെപ്പ് കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതികരിക്കാൻ എം.കെ. രാംദാസ് മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാംദാസ്, മുത്തങ്ങ കേസിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി പ്രസ്താവമാണോ ഇത്? അല്ല, ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് മാത്രമാണ് ഉന്നയിക്കപ്പെട്ട കുറ്റങ്ങളിൽ ചിലതിന്റെ പേരിൽ ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന് അറിയുന്നത്. ബാക്കിയുള്ള പ്രതികളെ മുഴുവൻ കേസിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അറിയുന്ന ഒരു കാര്യം, പോലീസുകാരന്റെ ഒരു വധവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു സംഭവത്തിന്റെ ഭാഗമായി വധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വിനോദിന്റെ മരണത്തിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു കേസിന്റെ ഇതുവരെ വിധി ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ആ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ കസ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ 4 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്നത്. അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് വിധിച്ചിട്ടില്ല. അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു 10-23 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേസാണ്. ഈ കേസിന്റെ ഭാഗമായി ഈ കാലത്ത് തന്നെ ഏതാണ്ട് 10-ലധികം പ്രതികൾ മരണപ്പെട്ട സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാമൂഹിക സാഹചര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രം കാണേണ്ട ഒരു വിധിയാണിത്. അതിലിപ്പോ മനസ്സിലാവുന്നത് ഈ കേസിന്റെ അവസാന ഘട്ടങ്ങളിലെല്ലാം ആർക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത രീതിയിലാണ് കേസ് മുന്നോട്ട് പോയിരുന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്കോ അതിന്റെ ഒരു കാരണങ്ങളിലേക്കോ ഒന്നും തന്നെ ഇങ്ങനെയൊരു ഈ ഒരു വിധി പ്രസ്താവം പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ കേസിന്റെ ഒരു മെറിറ്റ് ആ രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ശ്രീ രാംദാസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഗീതാനന്ദന്റെ കാര്യം, ഗീതാനന്ദൻ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞു എന്ന തരത്തിലും ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനും ഇത് കൃത്യമായി അറിഞ്ഞില്ല. താങ്കൾക്ക് അറിയാനായോ ഇത്? ഒപ്പം ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു എന്ന തരത്തിലും വരുന്നു. എങ്ങനെയാണ് അത്? പ്രധാന കേസ് എന്ന് പറയുന്നത് പോലീസുകാരന്റെ വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് അതിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കേസിലല്ല അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ അടുത്ത ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം. അതായത് സംഘം ചേരൽ, തടയൽ, അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ കുറ്റം തെളിഞ്ഞിരിക്കുന്നു അല്ലേ? ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു ശിക്ഷയിൽ നിന്ന് അത് അദ്ദേഹത്തിന്റെ ആ കേസിലാണ് ഇപ്പോൾ ചില ആളുകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അതിൽ ഒരു അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ പറയുന്നത്. ആ കേസിലാണ് ഇവര് പങ്കാളികളായിട്ടുണ്ട്, ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു വിവരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ രാംദാസ്, സംഘം ചേരൽ, തടയൽ എന്നീ കാര്യങ്ങളിൽ കുറ്റം തെളിഞ്ഞു. പക്ഷേ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോടതിക്ക് വ്യക്തതയില്ല. അല്ല, ഗൂഢാലോചനയിലാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ബന്ദിയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ മരിച്ച വിനോദിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊന്നും തന്നെ ആ വിവരങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ല. അത്തരം തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്.